ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ മക്കളോട് പറയുകയാണ്, നിങ്ങൾക്കറിയാലോ അലീന എന്തിനാണ് ഈ വീട്ടിൽ നിന്ന് പോയതെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അവൾ തന്നെ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ളൊരു മിഥ്യാധാരണയുടെ പുറത്താണ്. അവൾക്ക് നഷ്ടപ്പെട്ട ഈ വീട്ടിലെ ഭരണം പിടിച്ചെടുക്കണം, നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റണം, എന്നെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ഓർത്ത് വെക്കണം, അലീന ഈ വീട്ടിൽ നിന്ന് പോയത് എന്തിനാണെന്നുള്ളത്. പിന്നെ അതുമാത്രമല്ല, ഞാനും നിങ്ങളുടെ അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ നിങ്ങളൊരിക്കലും നേരിട്ട് ഇടപെടരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അമ്മ കാണാത്ത, അമ്മയുടെ ശ്രദ്ധപ്പെടാത്ത നിങ്ങളുടേതായ സ്പേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോ. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എൻ്റെ റൂമിലേക്ക് പോന്നേക്ക്, ഞാനതൊക്കെ കോളാക്കിയിട്ടേക്കാം. അത് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്നിട്ടും ബബിതാനെ വിളിച്ച് പറയുന്നുണ്ട്, ബബിത എനിക്കറിയാം നിനക്ക് ന്യായമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ കേട്ട് നിൽക്കാൻ പറ്റില്ല, പക്ഷേ നീ അഭിപ്രായം പറയണ്ടെന്നല്ല പറയുന്നത്. എന്തെങ്കിലും അഭിപ്രായം നിനക്കുണ്ടെങ്കിൽ നീ അത് എന്നോട് പറയുക, ഞാനതിന് പരിഹാരം കണ്ടോളാം. ഞാനും നിങ്ങളുടെ അമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ തന്നെ തീർത്തോളാം, അത് നിങ്ങളൊന്നും മനസ്സിൽ കൊള്ളരുത്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മ അവിടെ നിൽക്കുന്നുണ്ടാവും ചോദ്യോത്തരവേളയായിട്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങും. ബാലേന്ദ്രൻ കൊണ്ടുപോയി കാർ പോസ്റ്റിലിടും. എന്നിട്ട് ബാലേന്ദ്രൻ ഇറങ്ങി വരും. അപ്പോൾ മക്കൾ 3 പേരും സിറ്റ് ഔട്ടിൽ കയറി നിൽക്കുന്നുണ്ട് ബാലേന്ദ്രനെ കാത്തിട്ട്. ബാലേന്ദ്രൻ വരുമ്പോൾ എല്ലാവരും കൂടി അകത്തേക്ക് പോവും. എല്ലാവരും കൂടി അകത്തേക്ക് ചെല്ലുമ്പോൾ വൈജയന്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി. എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ രോഹിത്തേന്നും. അപ്പോൾ രോഹിത്ത് പറയുകയാണ്, ഞാൻ ബിരിയാണി അല്ലമ്മ കഴിച്ചത്, കുഴിമന്തിയാണെന്ന്. അപ്പോൾ നിങ്ങളും കരിമന്തിയാണോ കഴിച്ചതെന്ന് ബബിതോടും കൃഷ്ണോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ കുഴിമന്തി അല്ല കഴിച്ചത്, ഞാൻ കിംവദന്തിയാണ് കഴിച്ചതെന്ന്. കിംവദന്തിയോ, നീ എന്നെ കുരങ്ങ് കളിപ്പിക്കാനോടിയെന്ന് ബബിതോട് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ പറയുകയാണ് ബബിത, ഞാനായിട്ട് കുരങ്ങ് കളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, സ്വയമേ കളിക്കുകയാണല്ലോ. ഒരു ദിവസം അച്ഛൻ പുറത്തു പോയി ഭക്ഷണം വാങ്ങിച്ച് തന്നു എന്ന് പറഞ്ഞ് ഒരുപാടങ്ങ് നെഗളിക്കല്ലേ മോളെ. ഈ അടുക്കളയിലെ ഭക്ഷണം കഴിച്ചാ നീയൊക്കെ ഇത് പറയാൻ ഇത്രത്തോളം വളർന്നത്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അല്ലാന്ന് ആരെങ്കിലും പറഞ്ഞോ, അമ്മ അവിടെ വെച്ചുണ്ടാക്കിക്കോ, ഞങ്ങൾ കഴിച്ചോളാം. ഇനി ഈ വീട്ടിലെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് വൈജയന്തി പറയുമ്പോൾ രോഹിത് പറയാണ്, ഒരു നേരം പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിച്ചോ, പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച്, ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്നവർക്ക് മാത്രമേ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കിട്ടുള്ളൂ. എന്നിട്ട് ബാലേന്ദ്രനെ വെച്ച് പറയുന്നുണ്ട്, എല്ലാവരുടെയും വിചാരം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നെ തോൽപ്പിക്കാനാ, ഞാൻ തോറ്റു എന്നാണ് എല്ലാവരുടെയും വിചാരം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ നീ വൈജയന്തി തോൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബബിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ബബിത ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇതൊന്നും കേൾക്കുന്നില്ലേ, അച്ഛൻ ഇതിനൊന്നും മറുപടി പറയാനില്ലേ. അപ്പോൾ ബാലേന്ദ്രൻ ബബിതയോട് ചോദിക്കുന്നുണ്ട്, ആരോട് എന്ന്. അപ്പം ബബിത പറയാണ്, അമ്മയോട് എന്ന്. ബാലേന്ദ്രൻ പറയാണ്, എനിക്കതിന് അമ്മയില്ലല്ലോ, ഭാര്യയില്ല എന്ന്. അത് കേൾക്കുമ്പോൾ വൈജയന്തി ഷോക്കായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, എൻ്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കയറാം എൻ്റെ അനുവാദമില്ലെങ്കിലും, പക്ഷേ എൻ്റെ മനസ്സിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ എന്നോട് ചോദിക്കണം, എന്നോട് കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുമില്ല, എൻ്റെ ഭാര്യ തിരിച്ച് വന്നിട്ടുമില്ല. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ബാലേന്ദ്രൻ്റെ ഉള്ളിലിരിപ്പ് വൈജയന്തി മനസ്സിലാക്കുന്നത്. എന്നിട്ട് വളരെ വിഷമത്തോടെ വന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അപ്പം ഞാൻ ആരാന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, ഭയങ്കര രൂക്ഷമായിട്ടുള്ള മറുപടിയാണ് പറയണത്, നീ പ്രേതം, ഞാൻ എവിടേക്കോ അലഞ്ഞ് തിരിഞ്ഞ് ഗതിയില്ലാത്ത സമയത്ത് ഈ വീട്ടിലേക്ക് ഞാനില്ലാത്ത തക്കം നോക്കി കയറി വന്ന പ്രേതാണ് നീന്ന്. ഇത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോവും. മക്കളെല്ലാവരും അവരുടേതായ റൂമിലേക്ക് പോവും. ബബിത മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കായി, ഭയങ്കര ഫീലായിട്ട് വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് വൈജയന്തിക്ക് മനസ്സിലാവണം ബാലേന്ദ്രൻ തന്നിൽ നിന്ന് എത്രത്തോളം അകന്നു പോയി എന്നുള്ളത്. അടുത്തതായിട്ട് കാണിക്കുന്നത് സ്റ്റാൻലിനെയാണ്. ആൾക്ക് ഭയങ്കരമായിട്ട് ഫിറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അപ്പച്ചൻ അടുത്തുണ്ട്. അപ്പച്ചൻ പറയുന്നുണ്ട്, നീ നിർത്ത്, ഇപ്പം തന്നെ ഓവറായിന്ന്. അപ്പോൾ അപ്പച്ചൻ ഒരു പെഗ് കൊടുത്തിട്ട് പിന്നെ അപ്പച്ചൻ കുടിക്കുന്നില്ല. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ എന്താ കുടിക്കാത്ത, ചിന്നമ്മേനെ പേടിച്ചിട്ടല്ലേ എന്നൊക്കെ. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, ഒറിജിനൽ ചിന്നമ്മേനെ ഞാൻ പേടിച്ചിട്ടില്ല, പിന്നെ ഈ ഫോട്ടോ കോപ്പി.
അപ്പോൾ സ്റ്റാൻലി പറയാണ്, ഇതാണ് ഒറിജിനൽ ചിന്നമ്മ, ഞാനും അപ്പച്ചനും നമ്മുടെ അമ്മച്ചിയും ചേർന്നിട്ടുള്ള ഒറിജിനൽ ചിന്നമ്മ ഇതാണ് എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോള് എങ്ങനെയാ അപ്പച്ച, മിടുക്കിയല്ലേ, അഴകും ബുദ്ധിയുള്ളവളല്ലേ, അവൾ സുന്ദരിയല്ലേ എന്നൊക്കെ അപ്പച്ചൻ പറയുന്നുണ്ട്. അതിനെന്താ സംശയം, അവൾ സുന്ദരിയാണ്, അവൾ ബുദ്ധിയുള്ളവളാണെന്നൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പച്ചൻ 3-4 ദിവസം ആയല്ലോ ഇവിടെ നിൽക്കുന്നു, അന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞതല്ലേ, എന്താ കാര്യം? ഞാൻ കരുതിയത് എൻ്റെ കൂടെ 2-3 ദിവസം ഇരുന്ന് അടിച്ച് ജോളിയായിട്ടിരിക്കാനാണെന്ന് വിചാരിച്ച്. പിന്നെന്താ കാര്യം? അപ്പച്ചൻ്റെ ചിന്നമ്മേനെ കണ്ടുകൊണ്ടിരിക്കണം, അത്രയ്ക്ക് ഇഷ്ടമായി, അതല്ലേ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാർലി പറയാണ്, എൻ്റെ മോളെ ഈ ലോകം മൊത്തം ചുറ്റി കാണിക്കണം, ഞാനും അവളും മാത്രം. അപ്പോൾ ഈ ലോകം മൊത്തം ചുറ്റി കാണിക്കണം. അത് കഴിഞ്ഞ് വന്നാൽ ഉടനെ അവളുടെ കല്യാണം നടത്തണം. ഒരു കോടീശ്വരനായ ക്രിസ്ത്യാനി ചെക്കനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം. അവൾക്കിനി ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവരുത്. 10-23 വർഷം അവൾ ഈ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ അനാഥയായി ജീവിച്ചവളാണ്. ഇനി അവളെ രാജകുമാരിയെ പോലെ എനിക്ക് നോക്കണം എന്നൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അപ്പച്ചൻ പറയും, നീ ഒരു കാര്യം മറക്കരുത്, നിനക്ക് അലീന മാത്രമല്ല മകളായിട്ടുള്ളത്, വേറെയും മക്കളുണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, അവരെ പോലെയാണോ അപ്പച്ച അലീന? അവൾ ഇത്രയും നാൾ അനാഥയായി ജീവിച്ചവളല്ലേ, അവൾക്ക് ഇനി ഒരു ദുഃഖം ഉണ്ടാവരുത്. അവൾ എന്തെല്ലാം അനുഭവിച്ചിട്ടാണ് ഇത്രയും നാൾ അവൾ കടന്നു വന്നത്, ഇനി അവളെ വേദനിപ്പിക്കരുത്, ഒന്നിനും കുറവില്ലാണ്ട് അവളെനിക്ക് നോക്കണം. 23 വർഷം ഈ ലോകത്ത് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് അനാഥയായി ജീവിച്ചവളാണ്. അവളെ എനിക്കൊരുപാട് വിഷമമുണ്ട് അപ്പച്ച, അവളുടെ കാര്യത്തിൽ എനിക്കൊരുപാട് വിഷമമുണ്ടെന്ന് പറഞ്ഞ് അലീനേനെ പ്രിൻസസ് ഓഫ് കൊളത്തുപുഴ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സ്റ്റാൻലി അകത്തേക്ക് പോവാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വല്യപ്പച്ചൻ അലീനേനെ അന്വേഷിച്ച് റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഡോറുമോൻ തട്ടണുണ്ട്, പക്ഷേ അലീന വിളി കേൾക്കുന്നില്ല. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അലീന അവിടെ ഇരിക്കുകയാണ്, പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, നീ ഉറങ്ങിയില്ലേ എത്ര നേരമായിട്ടെന്ന്. അപ്പോൾ അലീന ഇവർ കുടിക്കുന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ പറഞ്ഞ് ഉപദേശിച്ച് പിന്തിരിപ്പിക്കണ്ടേ, എന്തോരായി കുടിച്ച് കയറ്റുന്ന, എങ്ങനെയൊക്കെ കുടിക്കാൻ പാടുമോ, ഉള്ളിൽ അവയവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നാശമായി പോവില്ലേ എന്നൊക്കെ. വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇതത്ര ദോഷമുള്ളതല്ല മോളെ, ഇത് അത്ര നമ്മുടെ നാട്ടിലെ പോലെ അത്ര ദോഷമൊന്നുമില്ല അതിന്. എന്നാലും അവൻ മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്, അവനിപ്പോൾ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇപ്പോൾ പ്രായമായി വരികയല്ലേ, എപ്പോഴും ഇതുപോലെ കുഴപ്പമില്ലാണ്ടിരിക്കുമോ? ആരോഗ്യമുള്ളപ്പോൾ ഒന്നും കുഴപ്പമുണ്ടാവില്ല, പ്രായമായി വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം, ഇല്ലെങ്കിൽ ശരീരത്തിന് അത് ദോഷമായി ബാധിക്കും. ഇതൊക്കെ അലീന പറയുമ്പോൾ വല്യപ്പച്ചൻ എല്ലാറ്റിനും തലയാട്ടി കൊടുക്കുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. എന്നാൽ മോനോട് ഇനി കുറയ്ക്കാൻ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നമുക്ക് അവൻ്റെ കയ്യെ കയറി പിടിക്കാൻ പറ്റുമോ, അവനെങ്ങനെ കുടിച്ച് ശീലിച്ച് പോയി എന്നൊക്കെ. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ഈ വീട്ടിലേക്ക് വന്നേ, കുറേ കറുത്ത പട്ടികളുടെ കൂട്ടത്തിലൊരു വെളുത്ത പട്ടിയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം